കണ്ണൂർ കണ്ണപുരം പോലീസ് സ്റ്റേഷനിൽ വിജിലൻസ് റെയ്ഡ് നടത്തി. സ്റ്റേഷനിലെ ഒരു ഉദ്യോഗസ്ഥൻ ഭാര്യയുടെ RT ഓഫീസ് കൺസൾട്ടൻസി സ്ഥാപനത്തിനായി ജോലി ചെയ്തതായി വിജിലൻസിന് വിവരം ലഭിച്ചിരുന്നു. നിഖിൽ അളവൂരുണ്ട് വിവരങ്ങളുമായി. നിഖിൽ, സർക്കാർ ഉദ്യോഗസ്ഥയിൽ ഇരിക്കെ മറ്റൊരു ഓഫീസിൽ ജോലി ചെയ്യുന്നു. നിയമവിരുദ്ധമായ ഒരു സംഭവം. കൂടെ വർക്ക് ചെയ്യുന്ന ആളുകൾ തന്നെയാണോ വിജിലൻസിനെ വിവരം അറിയിച്ചത്? നിഖിൽ, കേൾക്കാമോ? നിഖിൽ, ഇപ്പോൾ സർക്കാർ ഉദ്യോഗത്തിൽ ഇരിക്കെ മറ്റൊരു കൺസൾട്ടൻസി സ്ഥാപനത്തിൽ ജോലി ചെയ്ത ഒരു ഉദ്യോഗസ്ഥനെയാണ് ഇപ്പോൾ വിജിലൻസ് റെയ്ഡ് നടത്തിയിരിക്കുന്നത്. കൂടെ ജോലി ചെയ്തിരുന്ന ആളുകൾ തന്നെയാണോ വിജിലൻസിന് വിവരം അറിയിച്ചത്? വിജിലൻസിന് ഈ ഉദ്യോഗസ്ഥന്റെ വഴിവിട്ട നീക്കങ്ങളെ കുറിച്ച് നേരത്തെ തന്നെ നിരവധി പരാതികൾ ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് 5 മണിക്കൂറോളം പോലീസ് സ്റ്റേഷനിൽ ഇത്തരത്തിലുള്ള റെയ്ഡ് നടത്തിയത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാര്യ ഈ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട സർവീസുകൾ നൽകുന്ന ഒരു കൺസൾട്ടൻസി സർവീസ് നടത്തുന്നുണ്ട്. ആ കൺസൾട്ടൻസി സ്ഥാപനത്തിലേക്ക് ആളുകളെ കണ്ടുപിടിക്കാൻ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ പോലീസ് സ്റ്റേഷനിലെ ഡ്യൂട്ടിയുടെ ഭാഗമായി ജോലി ചെയ്യുമ്പോൾ ശ്രമിച്ചു എന്നതായിരുന്നു പരാതി. അതായത് ഈ വാഹന പരിശോധനയ്ക്കിടെയും മറ്റും കണ്ടുമുട്ടുന്ന ആളുകളെ, ഈ വാഹനങ്ങൾക്ക് പേപ്പറുകൾ ഉൾപ്പെടെ ഇല്ലാത്തത് അങ്ങനെയുള്ള ആളുകളെയൊക്കെ കണ്ടെത്തി ഈ ഭാര്യയുടെ കൺസൾട്ടൻസി സ്ഥാപനത്തിലേക്ക് അയക്കുന്ന ഒരു ക്യാൻവാസിംഗ് രീതിയിലുള്ള പ്രവൃത്തി ഇയാൾ നടത്തുന്നു എന്നതായിരുന്നു പരാതി. അതിനൊപ്പം തന്നെ ഈ സ്റ്റേഷൻ പരിധിയിലെ മണൽക്കടത്ത്, മദ്യക്കടത്ത് സംഘങ്ങളുമായൊക്കെ ഇയാൾക്ക് അടുത്ത ബന്ധമുണ്ട് എന്ന പരാതിയും ലഭിച്ചിരുന്നു. ഇതിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് കണ്ണൂർ ഡിവൈഎസ്പി ബാബു പെരിങ്ങോത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ 11 മണിക്കൂർ മുതൽ 5 മണിക്കൂറോളം പരിശോധന നടത്തിയത്. ഈ ഉദ്യോഗസ്ഥന്റെ ഫോണും ലാപ്ടോപ്പും ഉൾപ്പെടെയുള്ളവ വിജിലൻസ് പരിശോധിച്ചു. കണ്ണൂരിൽ നിന്ന് നിഖിലാണ് വിവരങ്ങൾ നൽകിയത്.